നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ 3 നില കെട്ടിടത്തിൽ ഒരു അത്ഭുത വീട് പൊങ്ങി വന്നു. നാട്ടിലെ താരമായി മാറിയിരിക്കുകയാണ് പ്രവാസിയുടെ ആ വീട്. ഈ വീടിന്റെ കഥ തുടങ്ങുന്നത് അല്പം ഫ്ലാഷ് ബാക്കിൽ നിന്ന് തന്നെയാണ്. ദുബായ് പ്രവാസികളായ ജാഫറും ആബിദയും നിക്ഷേപം എന്ന നിലയിൽ കൊണ്ടോട്ടിയിൽ പ്രധാന പാതയ്ക്കരികിൽ കുറച്ച് സ്ഥലം വാങ്ങി ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാൻ തീരുമാനിച്ചിരുന്നു. കടകളും റെസ്റ്റോറന്റുകളും എല്ലാമുള്ള ഷോപ്പിംഗ് മാളിന്റെ സ്ട്രക്ചർ പൂർത്തിയായപ്പോൾ ഇരുവരും കാണാനും എത്തിയിരുന്നു. അങ്ങനെ മുകൾ നിലയിൽ നിന്നുമുള്ള ചുറ്റുപാടിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോൾ വീട്ടുകാർക്ക് ഒരാഗ്രഹം മുളപൊട്ടി. ഇവിടെ ഒരു വീട് കൂടി ഉണ്ടായിരുന്നുവെങ്കിലോ. അങ്ങനെ ആ ആഗ്രഹം ഡിസൈനർ അസർ ജുമാന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ആ ഇടയ്ക്ക് ഇരുവരും ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയിരുന്നു. അവിടെ കണ്ട കൊളോണിയൽ വീടുകൾ ഇരുവരുടെയും മനസ്സ് കവർന്നിരുന്നു. അങ്ങനെ വീടിന് ഏത് ശൈലി വേണമെന്ന കാര്യത്തിലും തീരുമാനമായി. ഏകദേശം 1.5 വർഷത്തിന് ശേഷം 3 നില കൊമേഴ്സ്യൽ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു വീട് പണിയാൻ സാങ്കേതികപരവും നിയമപരവുമായ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം മറികടന്ന് ഗ്രേസ് വില്ല എന്ന മനോഹരമായ വീട് സഫലമായി മാറി. അതോടൊപ്പം തന്നെ മറ്റൊരു കെട്ടിടത്തിന്റെ ടെറസിൽ വീട് പണിയുമ്പോൾ നിരവധി വെല്ലുവിളികളും ഉയർന്നു വന്നിരുന്നു. ഒന്നാമത്, കെട്ടിടത്തിന് അധിക ഭാരം വരാതെ അടിത്തറയും ചുവരുകളും പണിയുക എന്നതായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. നിലവിലുള്ള പില്ലറുകൾ കൂട്ടിച്ചേർത്ത് ബീം സ്ട്രക്ചർ ഉണ്ടാക്കിയ ശേഷം ഫ്ലൈ ആഷ് അതായത് ACC ബ്ലോക്കുകൾ കൊണ്ടാണ് അടിത്തറ കെട്ടിയത്. അടിത്തറ ഫിൽ ചെയ്യാൻ മണ്ണിന് പകരം കുരുഡീസ് ഉപയോഗിച്ചു. വീടിന്റെ ഭാരം ചുവരുകളിലേക്ക് പ്രസരിക്കും വിധം ഡിസൈൻ ചെയ്തു. മേൽക്കൂര ഫ്ലാറ്റായി വാർത്ത ശേഷം GI ട്രസ് വർക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ഷീറ്റ് വിരിച്ചാണ് കൊളോണിയൽ ശൈലിയിലുള്ള എലിവേഷൻ ഒരുക്കിയത്. സിറ്റ് ഔട്ട്, ഫോർമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, ഡിസൈനിങ് കിച്ചൺ, വർക്ക് ഏരിയ, 3 കിടപ്പുമുറികൾ എന്നിവയാണ് 2850 ചതുരശ്ര അടിയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചത്. തുറസായ നയത്തിലാണ് അകത്തളങ്ങൾ. കൂടാതെ ഇളം നിറങ്ങളാണ് ചുവരുകളിൽ നൽകിയത്. ഇത് കൂടുതൽ വിശാലത തോന്നാൻ സഹായിക്കുന്നുണ്ട്. വൈറ്റ് വിട്രിഫൈഡ് ടൈലാണ് നിലത്ത് വിരിച്ചത്. കൊളോണിയൽ ശൈലിയോട് ചേർന്ന് ഡൈനിങ് ടേബിളും ഫർണിച്ചറുകളും ലൈറ്റ് ഫിനിഷിങ്ങുകളും ഇമ്പോർട്ടായി വാങ്ങിയിരുന്നു. 3 കിടപ്പുമുറികളിൽ നിന്നും പുറത്തെ കാഴ്ചകളിലേക്ക് തുറക്കുന്ന ബാൽക്കണികളുമുണ്ട്. ഇവിടെ സിന്തറ്റിക് ടർഫാണ് വിരിച്ചിരിക്കുന്നത്. മുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂം, വാർഡ്രോബ്, ഡ്രസ്സിംഗ് സ്പേസ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 3-ാം നിലയിലുള്ള വീട്ടിലേക്ക് എത്താൻ ഗോവണിക്ക് പുറമെ ലിഫ്റ്റ് സൗകര്യവുമുണ്ട്. വീടിന്റെ മുന്നിലുള്ള ടെറസിലാണ് ഇതെത്തുക. വെർട്ടിക്കൽ ഗാർഡൻ നൽകി ലിഫ്റ്റ് ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. മാലിന്യം കത്തിച്ചു കളയാൻ ഇൻസിനേറ്ററും ടെറസിൽ ഒരുക്കിയിട്ടുണ്ട്. പ്ലോട്ടിലുള്ള കിണറ്റിൽ നിന്നും മോട്ടർ അടിച്ചാൽ വാട്ടർ ടാങ്ക് നിറയുന്നതാണ്. കൊച്ചുകുട്ടികൾ ഉള്ളത് കൊണ്ട് സുരക്ഷയ്ക്കായി മെറ്റൽ ഗ്രില്ലുകൾ വീടിന് ചുറ്റും ഉയർത്തി നാട്ടിയിട്ടുമുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഫയർ എക്സിറ്റുകളും മുകൾ നിലയിലുണ്ട്. അങ്ങനെ മനോഹരമായ ആ വീട് കേരളത്തിൽ തരംഗമാകുമ്പോൾ പ്രവാസി മലയാളികളും താരമായി മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.